ഗർഭകാലത്തെ മനോഹരമായ 2 മാസം പിന്നിടുമ്പോൾ പാർവതി വളരെ സന്തോഷവതിയായിരുന്നു. ആ കുഞ്ഞ് അവൻ്റേതല്ലെന്നറിഞ്ഞിട്ടും ആരോടും പറയാനോ അവഗണിക്കാനോ ദേവൻ മെനക്കെട്ടില്ല എന്നത് തന്നെയാണ് അവൾക്ക് സമാധാനം നൽകിയത്. പക്ഷേ അതിനായി അവൻ തന്നോട് ആവശ്യപ്പെട്ടത് അവൾ അതോർത്തു. അന്ന് ഹോസ്പിറ്റലിൽ അവനെ കാണാൻ ചെന്നത്. എന്താ എന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് മുന്നേ ഒരു റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അവൾ അതോർത്തു. അത് അവൾ എന്ന് എൻ്റെ ലൈഫിലേക്ക് തിരികെ എത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നീ എൻ്റെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ല ദേവേട്ട, നീ ഒരു തടസ്സമായി എൻ്റെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല എന്ന്. ഇല്ല ദേവേട്ട, അങ്ങനെയൊരു തടസ്സമായി ഞാൻ ഉണ്ടാകില്ല. എപ്പോൾ ദേവേട്ടൻ പറയുന്നോ ആ നിമിഷം ഞാൻ ഇറങ്ങിത്തരും. അതൊക്കെ നീ ഇപ്പോൾ പറയുന്നതല്ലേ, എനിക്ക് വിശ്വാസമില്ല. ദേവേട്ടന് വിശ്വാസമാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ഡിവോഴ്സ് പേപ്പറിൽ നിൻ്റെ ഒരു ഒപ്പ്, കൂടെ ഒരു സമ്മതപത്രവും. അത്രയല്ലേ ഉള്ളൂ? ശരി, സമ്മതം. എങ്കിൽ പാർവതിക്ക് ധൈര്യമായി എൻ്റെ ഭാര്യ ലിസ്റ്റിൽ ജീവിക്കാം. പക്ഷേ എന്നെ പറ്റിക്കാനോ ചതിക്കാനോ നോക്കിയാലുണ്ടല്ലോ. ഇല്ല ദേവേട്ട, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ഒന്ന് മൂളിയിട്ട് അവൻ കണ്ണുകൾ അടച്ചു. അത് തനിക്ക് സമ്മതമായിരുന്നു. അല്ലെങ്കിലും ഒരാളുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന മറ്റൊരാൾക്ക് മുന്നിൽ തല കുനിച്ചു കൊടുത്തത് തന്നെ അച്ഛനോടുള്ള പേടി കാരണമാണ്. ഇനി ഉണ്ടാകില്ല ഒരിക്കലും. ഭാഗ്യമുണ്ട് താൻ സ്വപ്നം കണ്ടൊരു ജീവിതം തൻ്റെ കൈകളിൽ തന്നെ എത്തിച്ചേരും. അവൾക്ക് സമാധാനം തോന്നി. പാറു, ആ വിളിയാണ് ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ഇന്നലെ ദേവനെ കാണാൻ പോയിട്ട് എന്താ പറഞ്ഞ മോളെ? ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തന്നെയാണോ? അതെ ആൻറ്റി. നീ ഇങ്ങനെ ആയതുകൊണ്ടാ, അല്ലെങ്കിൽ അവനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. എനിക്ക് കുഴപ്പമൊന്നുമില്ല ആൻറ്റി. വേണ്ട, ദേവൻ വീണു. ഇനിയൊരു കുഞ്ഞു ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ആൻറ്റി, അതേ മോളെ, ഈ സ്വത്തിനും പണത്തിനും ഒരേ ഒരു അവകാശിയാണ് അവൻ. അവൾക്ക് പെട്ടെന്ന് സന്തോഷം തോന്നി. ശരിയാണ്. അഥവാ താൻ ആഗ്രഹിച്ച ജീവിതം തനിക്ക് കിട്ടിയില്ല എങ്കിൽ പോലും അവൻ്റെ ജീവിതം സേഫാക്കാൻ ഇത് തന്നെ നല്ലൊരു മാർഗമാണ്. അവളുടെ ചുണ്ടിൽ ചെറിയൊരു ചിരി വിടർന്നു. ഏട്ടാ? ദീപു തിരിഞ്ഞു നോക്കി. പോകാം ഏട്ടാ. പ്രശ്നാവോ? ഹോസ്പിറ്റലല്ലേ, നോക്കാം ഏട്ടാ. വാ. അവളെ കൂട്ടി അവൻ പോയത് ദേവൻ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടറോട് അനുവാദം വാങ്ങിയിരുന്നു അവൻ. ഡോറിൽ ആരോ തട്ടിയപ്പോൾ നഴ്സ് അവനെ ഒന്ന് നോക്കി. ആരാ? ഇന്നലെ പറഞ്ഞില്ലേ സാർ, ഒരു ദീപക്. ആ, ഓർമ്മയുണ്ട്. വരാൻ പറയട്ടെ സാർ? ഒന്ന് മൂളിയിട്ട് അവൻ കിടന്നു. അകത്തേക്ക് കയറിയ ദീപ്തി നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. ദേവാ, നീ ഉണ്ടെന്ന് പറഞ്ഞില്ല അവൻ. ദേവനിപ്പോൾ എങ്ങനെയുണ്ട്? നല്ല സുഖമല്ലേ? പണിക്ക് പോകണ്ട, പണിയെടുക്കണ്ട, ഫുഡും വെള്ളവുമെല്ലാം കയ്യെത്തും ദൂരത്ത് തന്നെയില്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കഴിഞ്ഞിരുന്നു. ദീപക് അവനെ നോക്കി നിന്നു. എന്താ നിന്റെ ഏട്ടൻ ഇരിക്കില്ലേ? ഒന്നും മിണ്ടാതെ അവൻ്റെ അരികിൽ തന്നെ ഇരുന്നു. എന്താണ് രണ്ടും കൂടെ? ഈ കിടപ്പ് കണ്ട് സന്തോഷിക്കാനാണോ? സന്തോഷം? നീ തനിച്ചാണെങ്കിൽ അങ്ങനെ കരുതാമായിരുന്നു. ഇതിപ്പോൾ ദീപ്തി അങ്ങനെ ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ചിന്തിക്കുമെന്ന്. ആ, പറഞ്ഞല്ലോ അതേ എന്ന്. നാക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നന്നായി. എന്ത് നന്നായി? അല്പം വിഷം എടുത്ത് തരാൻ പറയാനേ പറ്റൂ. ദീപു, അതിനും ഒരാളുടെ സഹായം വേണം. ദീപക് അവൻ്റെ കയ്യിൽ പിടിച്ചു. നിനക്ക് ചാവണോടാ? ഒരു നിമിഷം അങ്ങനെ അവരെ നോക്കിയിരുന്നു. ജീവിച്ചിട്ടെന്തിനാ? നിനക്ക് നിന്റെ കുഞ്ഞിനെ കാണണ്ടേ? ഭാര്യ ഗർഭിണിയാണല്ലോ. അതിന്? അവൻ്റെ മുഖമൊന്ന് മുറുകി. ഏട്ടാ. ദീപ്തി അവൻ്റെ കയ്യിൽ പതിയെ പിടിച്ചു. ഞാൻ പറയട്ടെ ദീപ്തി? എന്തായിരുന്നു ഇവന്? ആർദ്ര. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ? അവളല്ലെങ്കിൽ മറ്റൊരാൾ. അത്രയുള്ളൂ, അത്രമാത്രം. ഏട്ടാ. ദേവൻ്റെ മുഖം മാറിയത് കണ്ട് ദീപ്തി ഒന്നൂടെ അവനെ വിളിച്ചു. ഞാൻ പറയട്ടെ മോളെ, ഇവന് അപകടമുണ്ടായത് അറിഞ്ഞോ എന്ന് പോലും അറിയില്ല എനിക്ക്. അറിയണ്ട. അറിഞ്ഞാൽ ഭാര്യ ഗർഭിണിയാണെന്ന് കൂടെ പറയേണ്ടി വരും. ഏട്ടാ, നീ മിണ്ടാതിരി ദീപ്തി. ജയദേവൻ അവളെ നോക്കി. അവൻ പറയട്ടെ ദീപ്തി? ദീപക് ദേഷ്യത്തോടെ അവനെ ഒന്ന് നോക്കി. നീ പറഞ്ഞതെല്ലാം ശരിയാണ്. അവൾക്ക് ആ ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് പകരം ദീപ്തിയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അല്പം സ്വാർത്ഥനായിപ്പോയി. പക്ഷേ നിന്റെ അത്രയും ഇല്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അവൾ എവിടെ? അറിഞ്ഞിട്ടിപ്പോൾ നിനക്കെന്തിനാ? ഇപ്പോൾ അറിഞ്ഞിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല. ഈ എഴുന്നേൽക്കാൻ പറ്റാത്ത ഞാൻ അവളെ കണ്ടു കിട്ടിയിട്ടോ കാര്യമൊന്നുമില്ലല്ലോ. ഓ, അപ്പോൾ എഴുന്നേൽക്കാൻ നിനക്ക് ആഗ്രഹമുണ്ട്? ഉണ്ട്. എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് നിന്റെ കരണം പുകച്ചൊരടിയാണ്. ദീപക് പെട്ടെന്ന് ചിരിച്ചുപോയി. ദേവനും.
ദീപ്തി രണ്ടുപേരെയും മാറി മാറി നോക്കി. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അവൾക്ക് ഒന്നും മനസ്സിലാവുന്നുമില്ലായിരുന്നു. അവനോട് ചേർന്നിരുന്ന് ആ വലം കൈയിൽ ദീപക് പിടിമുറുക്കി. അവൾ എവിടെയാണെന്ന് എനിക്കറിയാം ദേവ. തെല്ലൊരു അത്ഭുതത്തോടെ അവനെ നോക്കി. സത്യം. പക്ഷേ നീ ഇവിടെ നിന്ന് എഴുന്നേൽക്കാതെ ഞാനത് പറയില്ല. അവൻ്റെ കൈകളിൽ നിന്ന് തൻ്റെ കൈകൾ വലിച്ചെടുത്ത് അവൻ. ഒരു ആയുർവേദ വൈദ്യശാലയുണ്ട്, ആയുർമഠം. പോയാലോ? നിനക്ക് പ്രതീക്ഷയുണ്ടോ? 100%. അവൻ ദീപ്തിയെ നോക്കി. നിനക്കോടി? ദേവേട്ടൻ എങ്ങനെയൊന്ന് എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടാൽ മതി. പക്ഷേ വീട്ടിൽ അവരുടെ സമ്മതം നിനക്ക് എന്തിനാ ദേവ? വീണുപോയെന്ന് വെച്ച് സിംഹം പൂച്ചക്കുഞ്ഞാകില്ല എന്ന് അറിയില്ലേ അവർക്ക്? ദേവൻ ചിരിച്ചുപോയി. പോകേണ്ട കാര്യമെല്ലാം റെഡിയാക്കി വെക്കും. അടുത്ത ആഴ്ച അവർ വരും. ആര് വരും? എൻ്റെ ഒരേ ഒരു ഭാര്യ. ദീപക്കൊന്ന് വിശ്വസിച്ചു. അതിനി എന്ത് കുരിശാണോ ആവോ. എന്തായാലും ഡെലിവറി വരെ അവൾ എന്നോട് അംഗത്തിന് വരില്ല. ഉറപ്പാണോ ദേവ? ദീപ്തി അവനെ നോക്കി. എൻ്റെ ഫ്രണ്ടാ ദേവേട്ട, അവിടെ ഡോക്ടർ. അവനാ പറഞ്ഞേ ദേവേട്ടനെ അങ്ങോട്ട് കൊണ്ടുവരാൻ. ഞാൻ ഓക്കെയാണ് ദീപ്തി. പക്ഷേ അച്ഛനോ അമ്മയോ ആരും ഒരിക്കൽ പോലും ഇങ്ങനെയൊരു കാര്യം പറഞ്ഞില്ലല്ലോ എന്നാ എൻ്റെ വിഷമം. അവരെന്നാ ഏട്ടനെ ശ്രദ്ധിച്ചിട്ടുള്ളത്? അവനൊന്ന് വിശ്വസിച്ചു. അപ്പോൾ പറഞ്ഞ പോലെ നീ സമ്മതം വാങ്ങി വെക്ക്, ഞാനെല്ലാം റെഡിയാക്കാം. ദീപക് പറഞ്ഞപ്പോൾ അവനൊന്ന് മൂളി. എന്നാ ഇറങ്ങുവാട്ടോ ദേവ. പോകും മുൻപ് അവൻ്റെ കൈകളിൽ ഒന്ന് പിടിച്ചു. അവൾ അവിടെയുണ്ടെന്ന് നിനക്ക് ശരിക്കും അറിയാമോ? അറിയാം. പക്ഷെ നീ ഇവിടെ നിന്ന് എഴുന്നേക്കാതെ ഞാനത് പറയില്ല. ദേവൻ അവനെ നോക്കി പല്ലുകൾ മുറുക്കെ കടിച്ചു. ഒരു ചിരിയോടെ ദീപക് പോയപ്പോൾ അവൻ സന്തോഷത്തിലായിരുന്നു. ആർദ്ര എവിടെയുണ്ടെന്ന് അവനറിയാം. സേഫായിരിക്കും. അതല്ലേ ഇങ്ങനെ ചിരിച്ചു നിന്നത്. വീണ്ടും ഒമിറ്റ് ചെയ്ത അപർണ ക്ഷീണത്തോടെ നോക്കി. മുഖം കഴുകി വന്നവൾക്ക് നേരെ ഒരു കുപ്പിവെള്ളം നീണ്ടുവന്നു. അവൾ അത് വാങ്ങി ആർത്തിയോടെ കുടിച്ചു. കഴിഞ്ഞ 2 മാസമായി താൻ ഇവിടെ. ആദ്യത്തെ ദിവസം തന്നെ കെട്ടഴിച്ച് മാറ്റിയിരുന്നു. വേറെ ഒന്നുമല്ല, ആദ്യം തന്നെ ആ തറ മുഴുവൻ ഛർദ്ദിച്ച് നാശമാക്കിയപ്പോഴാണ് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അവൻ അറിയുന്നത് തന്നെ. വിഹാൻ അവളെ അവിടെ നിന്നും മറ്റൊരു വീട്ടിലേക്കാണ് മാറ്റിയത്. എന്തോ ഗർഭിണികളോട് വല്ലാത്ത ബഹുമാനമാണ് അയാൾക്ക്. മണിക്കുട്ടിയെപ്പോലെ ഒരു കുഞ്ഞ്. പക്ഷേ ഒരു ഗർഭിണിയോട് മാത്രമേ അങ്ങനെയൊരു സമീപനം അയാൾക്കുണ്ടാകൂ. അവൻ്റെ ആയിരിക്കും അല്ലേ? അവൾ മിണ്ടിയില്ല. അപ്പോൾ അവന് നിന്നെ വേണ്ടേ? ഉപേക്ഷിച്ചോ? ഇങ്ങനെ മൂളാതെ കാര്യം പറഞ്ഞേ. അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോൾ അയാളുടെ PA ഞാനല്ല എന്ന്. അപ്പോൾ നീ എൻ്റെ പ്രോജക്റ്റ് അടിച്ചു മാറ്റാൻ വന്നതല്ലേ? അല്ല സാർ. പിന്നെ നീ എന്തിനാ വന്നേ? വെറുതെ നാൻസിയെ കാണാൻ. അവനൊന്ന് വിശ്വസിച്ചു. ഇതും വിശ്വസിച്ച് ഞാൻ പോകുമെന്ന് കരുതിയോ? സാർ പ്ലീസ്. വയറ്റിൽ ഒരു ജീവനുള്ളത് കൊണ്ടൊന്നുമല്ല, മരിക്കാൻ പേടിയായിട്ടാ. അല്ലെങ്കിൽ ഈ നശിച്ച ജന്മം ഞാൻ അങ്ങ് അവസാനിപ്പിച്ചേനെ. സാറിന് പറ്റുമെങ്കിൽ ഒന്ന് കൊന്നതാ. എനിക്ക് വയ്യ ഇങ്ങനെ വേദനിച്ച് ജീവിക്കാൻ. അവൻ ആദ്യമൊന്ന് പകച്ചു, പിന്നെ പൊട്ടിച്ചിരിച്ചു. താൻ പ്രഗ്നൻ്റ് ആണെന്ന് നാൻസിക്കറിയോ? അറിയാം. അവൻ്റെ മുഖം മാറി, ആകെ മുറുകിപ്പോയി. ശരി, നിന്റെ കാര്യം ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും കേട്ടൊരു വെടിയൊച്ചയിൽ അവനൊന്ന് പതറി. ആര്? എന്തറിഞ്ഞില്ല എങ്കിലും തൊട്ടടുത്ത നിമിഷം അതുപോലെയൊരു തോക്ക് അവളുടെ നെറ്റിയിലേക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞിരുന്നു വിഹാൻ. അവളൊന്ന് വിറച്ചുപോയി. കൊന്നു തരാൻ പറഞ്ഞതേയുള്ളൂ. പക്ഷേ ആ നിമിഷം അവളേറെ ഭയന്നു പോയിരുന്നു. ഒന്നുറക്കെ ശബ്ദമുയർത്താൻ പോലും പറ്റാത്തത്ര ഭയം. ചിതറിത്തെറിച്ച മുടിയിഴകൾ. ഷേവ് ചെയ്തിട്ട് നാളുകളായി എന്ന് കണ്ടാലേ അറിയാം. ആ കണ്ണുകളിൽ ഇപ്പോൾ പഴയ തിളക്കമില്ലായിരുന്നു. സാർ. അല്പം പുറത്തേക്കുന്തിയ വയറിൽ ഒരു കൈവച്ച് നിൽപ്പുണ്ട് ആർദ്ര. എന്താടോ? സാർ ഇന്നും ഒന്നും കഴിച്ചില്ല. വിശപ്പില്ല. ഇങ്ങനെ പോയാൽ എങ്ങനെ സാർ? എന്തേ, തനിക്ക് പേടിയുണ്ടോ? എല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ വേറെ വഴി നോക്കേണ്ടി വരുമെന്ന്. അവൾ ഒരു നിമിഷം നോക്കി നിന്നിട്ട് തിരിഞ്ഞു നടന്നു. നെറ്റിയിലൊന്ന് കൈകൊണ്ട് തട്ടിയിട്ട് അവൾക്ക് പിറകെ ഓടിച്ചെന്നു. ഞാൻ അങ്ങനെ. ആർദ്ര. എന്താ? നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അവൾ തുറക്കുന്നുണ്ടായിരുന്നു. എടോ, ഞാൻ അങ്ങനെ തെറ്റായിട്ടൊന്നും പറഞ്ഞതല്ല. മനസ്സിലായി. അധികം എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഇതുപോലെ തന്നെയായിരിക്കും അപ്പൂനോടും പറഞ്ഞിട്ടുണ്ടാകുക. വേദനിച്ച് കാണും അത്. അതാ ഇറങ്ങിപ്പോയത്. സാറിന് ആരെയും സ്നേഹിക്കാൻ അറിയില്ല. അവൻ ഒരു നിമിഷം അങ്ങനെ നിന്നു. ആണോ? അങ്ങനെയാണോ? എനിക്ക് സ്നേഹിക്കാൻ അറിയില്ലേ? അറിയില്ലേ അപ്പു? ഒത്തിരി വേദനിപ്പിച്ചോ താൻ? എങ്കിൽ ഇപ്പോൾ പറയാം. എൻ്റെ അപ്പു എവിടെയാണേലും വാ. നീ എവിടെയായാലും പൊന്നുപോലെ നോക്കും ഞാൻ.
ആ പ്രാർത്ഥന കേട്ട പോലെ ഫോണൊന്ന് വൈബ്രേറ്റ് ചെയ്തു. പരിചയമില്ലാത്ത ഒരു നമ്പർ. അവനത് ഓപ്പൺ ചെയ്തു. ഏട്ടാ, ഞാൻ നാൻസിയാണ്. അപ്പു. എന്തു പറയുന്നു? സുഖമായിരിക്കുന്നോ? അവനൊന്ന് പകച്ചു. നിനക്ക് എങ്ങനെയാ അറിയാം അപ്പുവിനെ? അതെന്താ, 3 ദിവസം അവൾ എൻ്റെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞാ അവൾ അങ്ങോട്ട് ഇറങ്ങിയത്. അവിടെ 3 ദിവസം നിന്നോ? അതെ. എന്തേലും പ്രശ്നമുണ്ടോ ഏട്ടാ? അത് അവൾ എൻ്റെ അടുത്തില്ല നാൻസി. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. എന്ത്? അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു. വന്നില്ല എന്നോ? അപ്പോ അവൾ എവിടെ പോയി? ഏട്ടൻ എന്താ അന്വേഷിക്കാഞ്ഞേ? അന്വേഷിച്ചു ഒത്തിരി. പക്ഷേ എൻ്റെ അടുത്തേക്ക് വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ ഒളിച്ചിരിക്കുന്ന എന്ന് കരുതിപ്പോയി. ഇല്ല ഏട്ടാ, അവൾക്ക് എന്തേലും ആപത്ത് പറ്റിയിട്ടുണ്ടാകും. ഏട്ടന് ഒന്നുകൂടെ അന്വേഷിക്കേ. ഒരു നിമിഷം ആ മെസ്സേജ് നോക്കി നിന്നു. വിഹാൻ അവിടെയുണ്ടോ? അവനാണോ ഇനി? അറിയില്ല ഏട്ടാ. ഏട്ടനോട് സംസാരിക്കാൻ ധൈര്യമുണ്ടായിട്ടല്ല. എന്നാലും എന്തോ അപ്പൂൻ്റെ കാര്യം ചോദിക്കണമെന്ന് തോന്നി. അതാ മെസ്സേജ് അയച്ച്. ഇനി റിപ്ലൈ അയക്കണ്ടാട്ടോ. വിഹാൻ അറിഞ്ഞാൽ പ്രശ്നമാകും. ഒന്നു മോളി. വർഷങ്ങൾക്ക് ശേഷമാണ് താൻ അവളോട് സംസാരിക്കുന്നത്. അവൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആവോ? ചോദിച്ചില്ല എന്ന് വരെ. ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ എന്ന് തോന്നും. അവനൊന്ന് നിശ്വസിച്ചു. അഥവാ വിഹാനാണ് ഇതിന് പിറകിലെങ്കിൽ? ഓരോന്നാലോചിച്ച് അവൻ ആർദ്രയ്ക്കരികിലെത്തി. അരികിലിരിക്കുന്നവനെ ഒന്ന് നോക്കിയിട്ട് പ്ലേറ്റിൽ അപ്പവും കറിയും ഒഴിച്ചു കൊടുത്തു. അവൻ്റെ മുഖത്തൊരു വല്ലാത്ത ഭാവം. എന്താ സാർ, ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടാകില്ലാടോ. എവിടെ പോവാ? അത്യാവശ്യമായി ഒരു ബിസിനസ് മീറ്റ് ഉണ്ട്. കള്ളം. ഞാൻ ഇന്നലെ വരും വരെ ഇല്ലാതിരുന്ന ഏത് ബിസിനസ് മീറ്റാണ് സാറിന്? അവനൊന്ന് പതറി. മറുപടി പറയാതെ കഴിച്ചെഴുന്നേറ്റു. സാർ, അപർണ എവിടെയുണ്ടെന്ന് ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ. അവളുടെ മുഖം വിടർന്നു. സത്യമാണോ സാർ? അതേടോ, പക്ഷേ ഉറപ്പില്ല. ജസ്റ്റ് ഒരു ക്ലൂ മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പോവാ. ഞാൻ തിരികെ വരും വരെ താൻ സേഫായി ഇരിക്കണം. നമ്മുടെ കാറിലല്ലാതെ വേറൊരു വണ്ടിയിലും കയറരുത്. ഇല്ല സാർ. അവൻ സംസാരിച്ചു നിൽക്കെ ഡോർ ബെല്ലടിച്ചു. ആരാ ഈ സമയത്ത്? അറിയില്ല. അവൾ ചെന്ന് വാതിൽ തുറന്നു. അമ്മയോളം പ്രായം വരുന്ന ഒരു സ്ത്രീ. ആരാ? ഇവിടെ എഡ്വിൻ സാറില്ലേ? ഉണ്ട്, വരൂ. അവരകത്തേക്ക് കയറിയപ്പോൾ പക്ഷേ എഡ്വിൻ്റെ മുഖം വിളറിപ്പോയി. എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എഡ്വിൻ? അവൻ പതറിപ്പോയി. അമ്മേ, ഞാൻ. അമ്മയോ? അവരൊന്ന് ചിരിച്ചു. ആരുടെ അമ്മ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എൻ്റെ മകൾ എവിടെ? അവൻ പതറി. അത് പിന്നെ വിളിച്ചു കൊണ്ടുപോയി കൊന്നു കളഞ്ഞില്ലേ? അമ്മേ, ഒന്നും പറയണ്ട. നിന്റെ കൂടെ അവൾ വരുമ്പോൾ അവൾ ഇവിടെ സുരക്ഷിതയായിരിക്കും എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്മേ, അങ്ങനെ വിളിക്കരുത് നീ എന്നെ. എൻ്റെ അടുത്ത് തന്നെ നിർത്തിയാൽ പോരായിരുന്നോടാ? പൊന്നുപോലെ നോക്കില്ലേ ഞാൻ? അവൻ മിണ്ടിയില്ല. എല്ലാം പറഞ്ഞു തീരട്ടെ എന്ന് കരുതി. അവളുടെ അച്ഛനോട് ഞാൻ എന്ത് സമാധാനം പറയും? ചേച്ചിയെ കാണാൻ വരാനിരിക്കുന്ന അവളുടെ അനിയനോട് ഞാൻ എന്ത് പറയും? അമ്മേ. അവൻ അവർക്കരികിൽ വന്ന് നിന്നു. ആർദ്ര, കുറച്ച് വെള്ളം. അവൾ വേഗം വെള്ളം എടുത്ത് നൽകി. അവരെ പതിയെ സീറ്റിലിരുത്തി. അവരോട് ചേർന്ന് എഡ്വിൻ ഇരുന്ന്. നോക്കമ്മേ, അവൾ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണ്. ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമില്ല. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയില്ല എനിക്ക്. പക്ഷേ ഇപ്പോൾ അവൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അവളെ കൂട്ടിക്കൊണ്ടുവരാനാണ് ഞാൻ പോകുന്നത്. കൊണ്ടുവന്നാൽ ആദ്യം അമ്മയ്ക്ക് മുന്നിൽ നിർത്തിത്തരും. എന്നിട്ട് ഞാൻ തിരികെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. അവിടെ നിർത്തണമെന്നൊന്നും പറയരുത്. എനിക്ക് അവളില്ലാതെ പറ്റില്ല. അവരും അവനൊപ്പം കരഞ്ഞു. സത്യമാണോ? അതെ, സത്യമാണ്. അവളെ കൊണ്ടുവരാം. വാക്ക്, എന്നെ വിശ്വസിക്കൂ. അവരോട് അത്രയും പറഞ്ഞ് വണ്ടിയുടെ ചാവിയെടുത്ത് അവൻ ഇറങ്ങി. ഏകദേശം ഒരു രൂപമുണ്ട് അവൾ എവിടെയായിരിക്കുമെന്ന്. ആദ്യം ചെയ്തത് അവളുടെ ഫോൺ അവസാനമായി ഓൺ ചെയ്തത് എവിടെ നിന്നാണെന്ന് നോക്കി. വിഹാൻ്റെ വീടിൻ്റെ അടുത്തുള്ള ടവർ. അപ്പോൾ പിന്നെ കരുതിയ ഇടം തന്നെ. വളരെ വേഗത്തിൽ തന്നെയാണ് അങ്ങോട്ട് ചെന്നതും. താൻ പ്രഗ്നൻ്റ് ആണെന്ന് നാൻസിക്ക് അറിയാവോ? അറിയാം. അവൻ്റെ മുഖം മാറി. ആകെ മുറുകിപ്പോയി. ശരി, നിന്റെ കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും കേട്ടൊരു വെടിയൊച്ചയിൽ അവനൊന്ന് പതറി. ആര്? എന്തറിഞ്ഞിട്ടില്ല എങ്കിലും തൊട്ടടുത്ത നിമിഷം അതുപോലെയൊരു തോക്ക് അവളുടെ നെറ്റിയിലേക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞിരുന്നു വിഹാൻ. അവളൊന്ന് വിറച്ചുപോയി. കൊന്നു തരാൻ പറഞ്ഞതേയുള്ളൂ. പക്ഷേ ആ നിമിഷം അവൾ ഏറെ ഭയന്നു പോയിരുന്നു. ഒന്ന് ഉറക്കെ ശബ്ദമുയർത്താൻ പോലും പറ്റാത്തത്ര ഭയം. എന്നാൽ അതിനടുത്ത നിമിഷം ഹൃദയം ഒന്നിടിച്ചു. അത്രമേൽ പ്രിയപ്പെട്ടവൻ്റെ ഒരു സാമീപ്യം അവിടെ എവിടെയോ ഉള്ളതുപോലെ. നടക്ക്. അവനൊന്ന് മുരണ്ടു.
നെഞ്ചിൽ കൈ ചേർത്ത് അപർന്ന് നടന്നു. പിറകിൽ തോക്ക് വെച്ച് അവനും. ഹാളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛാ! ആ ശബ്ദം. അവനൊന്ന് പിടഞ്ഞുകൊണ്ട് ചുറ്റും നോക്കി. മണിക്കുട്ടി. അവളുടെ ശബ്ദം. അവൻ അങ്ങോട്ട് നോക്കി. എഡ്വിൻ്റെ കയ്യിൽ തൻ്റെ മകൾ. പണ്ടും ഇവളെ ഉപയോഗിച്ച് തന്നെയാണ് എഡ്വിൻ അവളെ രക്ഷപ്പെടുത്തിയത് എന്ന് അവൻ ഓർത്തു. ഇപ്പോൾ വീണ്ടും എഡ്വിൻ അപർണയെ തന്നെ നോക്കി അങ്ങനെ നിന്നു. ക്ഷീണിച്ചുപോയി പാവം. താൻ കാരണമല്ല ഇതൊക്കെ അവൾ അനുഭവിക്കേണ്ടി വരുന്നത്. അവളെ ഒന്നും മുറുകെ ചേർക്കാനും മുഖം നിറയെ ഉമ്മകൾ കൊണ്ട് മൂടാനും അവന് കൊതി തോന്നി. അവളും അവനെ നോക്കി നിന്നുപോയി. അറിയാമായിരുന്നു ഇവിടെയാണെന്ന്. അറിയുന്ന നിമിഷം തന്നെ തേടി വരുമെന്ന്. അത് ഇത്രയ്ക്ക് വൈകിയത് എന്തേയെന്ന് മാത്രമാണ് ഒരു ഡൗട്ടുള്ളത്. അറിയാൻ വൈകിക്കാണും. അല്ലെങ്കിൽ അവൻ്റെ കോളൊന്നും താൻ എടുത്തില്ലായിരുന്നല്ലോ. തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ മുഖം കുനിഞ്ഞുപോയി. അതേസമയം അവനോട് ദേഷ്യം തോന്നി. തന്നെ മറന്ന് മറ്റൊരാളെ തേടിപ്പോയവൻ. അവളെ തൊട്ട കൈകളാണത്. ഇനി തന്നെ തൊടാൻ പാടില്ല. ഒരിക്കലും തൊടാൻ പാടില്ല. ആ മുഖത്തെ ഭാവം മാറുന്നതും പരിഭവം നിറയുന്നതും നോക്കി നിന്നു അവൻ. സഹോദരൻ്റെ സ്നേഹം കണ്ടിട്ടാണ് കുഞ്ഞിനെ നിനക്ക് ഒപ്പം അയച്ചത്. അതൊരു ചീപ്പ് കളിക്ക് വേണ്ടിയാണെന്ന് പറയട്ടെ ഞാൻ അനിയത്തിയോട്. അവൻ്റെ ചുണ്ടുകളിൽ ഒരു ചിരി വിരിഞ്ഞു. പറഞ്ഞോ, നീ ഇങ്ങനെ ഒരു തറ പരിപാടി ഇവിടെ ചെയ്യുന്നുണ്ട് എന്ന് ഞാനും അവളെ ബോധ്യപ്പെടുത്താം. അവനൊന്ന് പതറി. നിനക്കെന്താ വേണ്ടത്? അത് ചോദിക്കണോ? ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. അറിയില്ലേ നിനക്ക്? തോക്ക് താഴ്ത്തിക്കൊണ്ട് അവളെ പിടിച്ചിരുന്ന കൈ വിട്ടു. താങ്ക്സ്. ഇനിയൊന്ന് പറയാം. ഈ തട്ടിക്കൊണ്ടു പോകുന്ന ചീപ്പ് പരിപാടി ഇന്നത്തോടെ നിർത്തിക്കോ നീ. ആണ് നേർക്ക് നേർ പൊരുതി നിൽക്കണോ? ഞാൻ ആണ് തന്നെയാണ്. നിന്റെ അനിയത്തിക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ നിന്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഇനിയുള്ളത് എല്ലാം നമ്മൾ നേർക്ക് നേരെ തന്നെയാണ്. ഈ ഒളിച്ചുകളി എനിക്കും മടുത്തു. എന്നാൽ കാണാം. ഇപ്പോൾ പോട്ടെ. മണിക്കുട്ടിയെ തിരികെ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ. അവൻ്റെ അടുത്തേക്ക് കൈനീട്ടിപ്പോയ മണിക്കുട്ടിയെ എഡ്വിൻ പിടിച്ചു നിർത്തി. അപർണയുടെ കൈ പിടിച്ച് അവൻ നടന്നു. പോകും വഴി അവളുടെ ഹോസ്പിറ്റൽ ഫയൽ എടുത്ത് കയ്യിൽ പിടിക്കാനും അവൻ മറന്നില്ല. ഇതാരാ അങ്കിൾ? ആൻറ്റി. അപ്പോൾ അങ്കിളിൻ്റെ വൈഫാലേ? ആ പിന്നല്ലാതെ. ചിരിയോടെ അവൾക്ക് മറുപടി കൊടുത്ത് സീറ്റിലിരിക്കുന്നവളെ ഒന്ന് നോക്കി. മുഖം കയറ്റി പിടിച്ചിരിക്കുന്നവളെ കാണെ അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി ഊറി വന്നു.